രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനം ഇപ്പോൾ MC റോഡിലൂടെയുള്ള യാത്രയിലാണ്. വാഹനം കുളക്കട പിന്നിട്ടിരിക്കുന്നു. അങ്ങനെ പത്തനംതിട്ടയിൽ നിന്ന് കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനം. അത് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയാണോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. നേതൃത്വം നിലപാട് വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ രാജി വെക്കേണ്ടി വരും രാഹുൽ എന്നൊരു തരത്തിൽ അവരുടെ പ്രതികരണം വരുന്ന ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്തേക്കാണോ, സ്പീക്കറെ കാണാനാണോ, രാജി സമർപ്പിക്കാനാണോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഏതായാലും അല്പസമയം മുൻപാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. തുടക്കത്തിൽ അത് എവിടേക്കായിരുന്നു, ഈ യാത്ര എവിടേക്കാണ് എന്നുള്ള കാര്യത്തിൽ ചോദ്യങ്ങൾ ഉയർന്നു. പത്തനംതിട്ട ജില്ല പിന്നിട്ടിപ്പോൾ കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. MC റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനം ഓടുന്നത്. അത് തിരുവനന്തപുരത്തേക്കുള്ള പ്രധാനപ്പെട്ട റോഡാണ്. അങ്കമാലിയെ തിരുവനന്തപുരവുമായി ബന്ധിപ്പിക്കുന്ന റോഡ്. ആ റോഡിലൂടെ പ്രധാനപ്പെട്ട പാതയാണ് മധ്യകേരളത്തിലെ. ആ പാതയിലൂടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാഹനം ഇപ്പോൾ കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കുളക്കട പിന്നിട്ട് ആ വാഹനം ഇപ്പോൾ MC റോഡിലൂടെ സഞ്ചരിക്കുന്നു. അത് തിരുവനന്തപുരത്തേക്കുള്ള പാതയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തലസ്ഥാനത്തേക്കാണോ എന്നൊരു ചോദ്യമുണ്ട്. നേതൃത്വം ഇതിനോടകം തന്നെ രാഹുലിനോട് MLA സ്ഥാനവും രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. ഉചിതമായ സമയത്ത് ഉചിതമായ നടപടി ഉണ്ടാകും, പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അല്പസമയം മുൻപ് പ്രതികരിച്ചതേ ഉള്ളൂ. അപ്പോൾ അതുമായി കൂട്ടിവായിക്കേണ്ടതുണ്ടോ രാഹുലിൻ്റെ ഈ യാത്രയെ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു, ഗൗരവത്തോടെയാണ് നിലവിലെ സ്ഥിതിവിശേഷങ്ങളെ പാർട്ടി കാണുന്നത്. KPCC നേതൃത്വവുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടക്കുന്നുണ്ട് എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. അപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യമുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടി വരുമോ എന്നുള്ള ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. ആ സമയത്ത് തന്റെ മറുപടി എല്ലാം ഉണ്ട് എന്ന് KC വേണുഗോപാൽ പറയുകയും ചെയ്തു. AV ജയശങ്കറിലേക്കാണ്. ജയശങ്കർ, ഇപ്പോൾ കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നുവല്ലോ. MC റോഡിലൂടെ തന്നെയല്ലേ ഇപ്പോഴും യാത്ര, ജയശങ്കർ? അതായത് ഉന്മേഷ യാത്ര MC റോഡിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഇഞ്ചിക്കാട് കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള പ്രദേശമാണ്. ഇഞ്ചിക്കാട് ഒക്കെ പിന്നിട്ട് വാഹനം അതിവേഗം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കൊട്ടാരക്കരയ്ക്ക് അടുത്ത് വാഹനം എത്തിയിട്ടുണ്ട്. നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് കിളിമാനൂരിലുള്ള അമ്മ വീട്ടിലേക്കാണ് യാത്ര എന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. കാരണം കിളിമാനൂരിലാണ് രാഹുലിൻ്റെ അമ്മ വീട്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം അവിടെ പോവുകയും ബന്ധുക്കൾ ഉൾപ്പെടെ കാണുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും രാജിക്ക് വേണ്ടിയുള്ള ഒരു യാത്ര എന്ന് നമുക്കിതിനെ പറയാൻ പറ്റില്ല. രാഹുൽ ഇനി അമ്മ വീട്ടിലേക്കാണോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും രാഹുലിൻ്റെ വാഹനം MC റോഡിലൂടെ തിരുവനന്തപുരം ഭാഗത്തേക്ക് തന്നെയാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വാഹനത്തിൽ അടുത്ത സുഹൃത്തുക്കളും എപ്പോഴും കൂടെ ഉണ്ടാകുന്ന സഞ്ചിത സഹചാരികളായ സുഹൃത്തുക്കളും രാഹുലിനൊപ്പം തന്നെയുണ്ട്. 4ഓളം പേരാണ് ആ വാഹനത്തിൽ ഉള്ളത്. രാഹുലിൻ്റെ MLA ബോർഡ് വെച്ച വാഹനം അത് കൊട്ടാരക്കര ഭാഗത്തേക്കാണ് നിലവിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ടോ എന്ന കാര്യത്തിൽ നിലവിൽ സ്ഥിരീകരണമില്ല. രാഹുലുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്രങ്ങളും രാജിവെക്കുന്നതിനെക്കുറിച്ചോ തിരുവനന്തപുരത്തേക്ക് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒരു തരത്തിലുള്ള അനുകൂല മറുപടിയും പറയുന്നില്ല. അവർ അത്തരം ഒരു ആലോചനയില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും പറയുന്നത്. പക്ഷേ KPCCയുടെ ഭാഗത്തുനിന്ന്, രാഹുലിൻ്റെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് രാജിക്ക് വേണ്ടിയുള്ള സമ്മർദ്ദമുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുതൽ അങ്ങോട്ട് താഴേക്കുള്ള മുഴുവൻ നേതാക്കളും രാഹുൽ രാജിവെക്കണം എന്നൊരു ആവശ്യം ഇതിനോടകം തന്നെ ഉന്നയിച്ചു കഴിയുകയും ചെയ്തു. രാഹുലിനെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷാഫി പറമ്പിലിനെ പോലെ വളരെ ചുരുക്കം നേതാക്കൾ മാത്രമാണ് രാഹുലിനൊപ്പം ഉള്ളത് എന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇത്തരത്തിൽ വലിയ സമ്മർദ്ദം പാർട്ടിയിൽ നിന്ന് വരുമ്പോൾ താൻ കേവലം ഒരു സാധാരണ പാർട്ടിക്കാരനാണെന്ന തരത്തിലുള്ള വൈകാരിക കുറിപ്പ് രാഹുൽ ഗാന്ധിയുടെ പടം പങ്കുവെച്ചുകൊണ്ട് രാഹുൽ അല്പസമയം മുമ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ഇതിൽ നിന്നെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരു പക്ഷേ പാർട്ടിക്ക് വഴങ്ങുക എന്നൊരു തീരുമാനത്തിലേക്ക് രാഹുൽ എത്തിയോ എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. എന്തായാലും ശരി ജയശങ്കർ, ഏതായാലും യാത്ര എങ്ങോട്ടേക്കാണ് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്.